ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. തന്റെ സത്യങ്ങൾ അറിഞ്ഞ പ്രീതി ആകെ അസ്വസ്ഥയിലാണ്. രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോയി എല്ലാം ഭഗവാനോട് പറയാമെന്ന രീതിയിൽ അമ്പലത്തിലേക്ക് പോയി പ്രീതി നന്നായി പ്രാർത്ഥിച്ചു. ഒരല്പം സമാധാനം അവൾക്ക് കിട്ടിയെന്ന് തോന്നിയതും പൂജാരി അന്നേരം അവളോടായി പറഞ്ഞു, മോളെ, വരുന്ന ആഴ്ചയല്ലേ മോളുടെ പിറന്നാൾ. ഞാൻ പറഞ്ഞതുപോലെ മോളുടെ ഇത്തവണത്തെ പിറന്നാൾ കഴിയുമ്പോൾ മോളുടെ മംഗല്യം നടക്കും. മോളുടെ മാരൻ മോളുടെ മുമ്പ് വന്ന് പെട്ടുവോ? ഇല്ല പൂജാരി. ഇത്രയും പറഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയുമായി പ്രീതി ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി. ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു. പ്രീതി നേരെ ഒരു ഓട്ടോ പിടിച്ച് പോകവെയാണ് ഒരാൾ വഴിയിലായ അയാളുടെ കാറിന്റെ ബോണറ്റ് തുറന്നു വെച്ച് മഴയത്ത് പണി ചെയ്യുന്നത് അവൾ കണ്ടത്. പെട്ടെന്ന് അവളിലേക്ക് ഒരു ഗന്ധം ഇരച്ചു കയറി. അത് ശരിക്കും ഒരു മുല്ലപ്പൂ മാതിരി അവളെ കോരിച്ചൊരിഞ്ഞു. അന്നേരം അവൾ ഓട്ടോക്കാരനോട് പറഞ്ഞു, ചേട്ടാ, ഒരു മിനിറ്റ്. ഇത്രയും പറഞ്ഞ് ഓട്ടോയിൽ നിന്നും ഇറങ്ങി പ്രീതി നേരെ തന്റെ കയ്യിലുണ്ടായിരുന്ന കുടയുമായി ആ കാർ നന്നാക്കുന്ന അയാളുടെ അടുത്തേക്ക് പോയി. കണ്ടാൽ 27 വയസ്സോളം പ്രായം വരുന്ന ചെറുപ്പക്കാരനായിരുന്നു അത്. അയാളുടെ അടുത്തേക്കായി പ്രീതി നടന്നെത്തി. ഇതാ, ഈ കുട വെച്ചോളൂ, മഴയത്ത് നനയണ്ട. ഇത്രയും പറഞ്ഞ് പ്രീതി അയാളുടെ മുഖം പോലും നോക്കാതെ തിരിഞ്ഞു നടക്കാനായി തുടങ്ങി. പെട്ടെന്ന് അവളുടെ കാൽ വഴുതി അവൾ വീഴാനായി തുടങ്ങിയതും അയാൾ അത് ശ്രദ്ധിച്ചു. ഒരൊറ്റ നിമിഷത്തിൽ അയാൾ പ്രീതി മറിഞ്ഞു വീഴാതെ അവളെ ചേർത്ത് പിടിച്ചു. അന്നേരം ആ കുട ദൂരേക്ക് തെറിച്ചു വീണിരുന്നു. പ്രീതിയുടെ ഷാൾ അന്നേരം അവളുടെ മുഖത്തേക്ക് വീണ് അവളുടെ മുഖം ഒരു പാതി വലയം പോലെ മറഞ്ഞിരുന്നു. അയാളുടെ മുഖത്തും വണ്ടിയുടെ ബോണറ്റ് തുറക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഓൾറെഡി ഒരു ഹാൻഡ് കർഷീഫ് കൊണ്ട് കെട്ടിമറച്ചിരുന്നു. അയാൾ പ്രീതിയെ താങ്ങി പിടിക്കുമ്പോൾ ഇരുവരുടെയും മിഴികൾ തമ്മിൽ ഉടക്കുന്നുണ്ടായിരുന്നു. പ്രീതിയുടെ മിഴികളിൽ നിന്നുള്ള പ്രണയം കത്തുന്ന നോട്ടം അവന്റെ മിഴികളെ ഒരു നിമിഷം ഒന്ന് ഇമചിമ്മാൻ പോലും സമ്മതിച്ചില്ല. കൺമഷി കൊണ്ട് കണ്ണെഴുതിയ അവളുടെ മിഴികളിൽ ശരിക്കും ആ ചെറുപ്പക്കാരൻ അലിഞ്ഞു പോയിരുന്നു. ആകാശത്തു നിന്നും മഴയും കാറ്റും ശക്തിയായി വീശാൻ തുടങ്ങിയതും പെട്ടെന്ന് മിന്നലോടുകൂടി ഒരു ഇടിപൊട്ടി. ഒട്ടും ചിന്തിച്ചു നിൽക്കാതെ, മുന്നിൽ നടക്കുന്നത് എന്തെന്ന് പോലും ചിന്തിക്കാതെ അവൾ അയാളെ ഇടിയുടെ ശബ്ദത്താൽ മുറുക്കെ കെട്ടിപ്പിടിച്ചു. പ്രീതിയുടെ നഖങ്ങൾ ശക്തിയായി അവന്റെ ദേഹത്ത് പതിച്ചപ്പോൾ അതിലൊരു മുറിവുണ്ടായി അവന്റെ ഹൃദയത്തിലേക്ക് അത് പ്രവഹിച്ചു. പെട്ടെന്ന് എന്തോ ഒരു അശരീരി അവന്റെ ചെവിയിൽ കേട്ടു. എന്ന് പറയും പോലെ അവന് തോന്നി. പ്രീതി അവനെ കെട്ടിപ്പിടിച്ചതൊന്നും ആലോചിക്കാതെ അവനും ആകെ സ്വയം മറന്നിരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞതും ഇരുവരും സ്വയമേ അടർന്നു മാറി. പ്രീതി പെട്ടെന്ന് ഓട്ടോയിലേക്ക് നനവോടെ ഓടിക്കയറി. അന്നേരം അവളുടെ ദേഹത്തു നിന്നും താഴേക്ക് ഇറ്റുവീഴുന്ന മഴത്തുള്ളികൾ കണ്ടപ്പോൾ രഘു എന്ന അയാൾക്ക് അതെല്ലാം പ്രണയത്തിന്റെ മഴത്തുള്ളികളായി തോന്നി. പക്ഷേ പ്രീതിയുടെ മുഖം കാണുന്നതിന് മുന്നേ അവൾ ആ ഓട്ടോയിൽ ഓടിക്കയറിയിരുന്നു. ഇരുവരും പരസ്പരം അവരുടെ മുഖങ്ങൾ തമ്മിൽ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. രഘു അന്നേരം മനസ്സിൽ ചിന്തിച്ചു, ആരാണിവൻ? ഇന്നുവരെ എൻ്റെ മനസ്സിനെ ആർക്കും ഇതുപോലെ പിടിച്ചുലയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവളുടെ മിഴികൾ എന്നെ അത്രയധികം സ്വാധീനിച്ചിരിക്കുന്നു. ഞാൻ അവളെ കണ്ടതും അവൾ എൻ്റെ പെണ്ണാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഇത്രയും പറഞ്ഞ് അവൻ ആ മഴയത്ത് നനഞ്ഞുകൊണ്ട് നിന്ന് അവളുടെ മിഴികളെ ഒരിക്കൽ കൂടി ഓർത്തു.